മൊബൈൽ സംബന്ധമായ കൂടുതൽ വീഡിയോ ലഭിക്കാൻ എക്സ്പേർട്ട് ടെക് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക. എക്സ്പേർട്ട് ടെക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. മൊബൈലിൽ പാട്ട് ആസ്വദിക്കുന്ന കൂട്ടുകാർക്ക് രസകരമായ ഒരു മ്യൂസിക് പ്ലെയർ ആണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. സാധാരണ ഒരു മ്യൂസിക് പ്ലെയർ ഓപ്പൺ ആക്കിയാൽ അത് സ്ക്രീൻ മുഴുവനും നിലനിൽക്കും. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു സൈഡിൽ മാത്രം അഥവാ ഒരു എഡ്ജിൽ മാത്രം തങ്ങി നിൽക്കുന്ന ഒരു മ്യൂസിക് പ്ലെയർ ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത്. ഓക്കെ, ഞാൻ ആപ്പ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഇനി ഇവിടെ കാണുന്ന കുറച്ച് നോട്ട്സ് നമ്മൊന്ന് സ്കിപ്പ് ചെയ്ത് കളഞ്ഞാൽ മതി. സ്കിപ്പ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അതിനുശേഷം നിങ്ങളുടെ പ്ലേലിസ്റ്റിൽ നിങ്ങളുടെ ഫോണിലത്തെ സോങ് എല്ലാം ഇവിടെ കാണാം. ഓക്കെ, ഞാൻ എല്ലാം ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, എല്ലാം നമുക്ക് ഇവിടുന്ന് എടുക്കാം. അതിൻ്റെ മുകളിലായി കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ആൽബം, പ്ലേലിസ്റ്റ്, അങ്ങനത്തെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ സോങ് സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം എങ്ങനെയാണ് എഡ്ജ് സൈഡിൽ എങ്ങനെയാണ് ഇത് പ്ലേ ചെയ്യുക എന്നാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഓക്കെ, നിങ്ങളുടെ ഈ ആപ്പിൻ്റെ ഏറ്റവും മുകളിലായി ഒരു ഓപ്ഷനുണ്ട്. ആ ഓപ്ഷന് ക്ലിക്ക് ചെയ്യുക. ആ മുകളിൽ കാണുന്ന ഓപ്ഷൻ ഓണാക്കി വെക്കുക. അതിനുശേഷം റിട്ടേൺ മെനുവിലേക്ക് തന്നെ പോകാം. മെനുവിലേക്ക് പോകാം. ഒരു പാട്ടൊന്ന് സെലക്ട് ചെയ്യട്ടെ. ഒരു പാട്ട് സെലക്ട് ചെയ്യാണ്. ഓക്കെ, ഞാനൊരു സോങ് സെലക്ട് ചെയ്ത ശേഷം റിട്ടേൺ മെനുവിലേക്ക് പോകാൻ തീരുമാനിക്കുകയാണ്. ഓക്കെ, മെനുവിലേക്ക് പോയി അവിടെ 3 ഡോട്ട് കാണുന്നില്ല നിങ്ങളുടെ സ്ക്രീനിൻ്റെ സൈഡിൽ? ആ 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് സോങ് പ്ലേ ആയിക്കോളും. ഇപ്പോൾ എൻ്റെ മൊബൈലിൽ സോങ് പ്ലേ ആവുന്നുണ്ട്. ഇനി അത് ഇങ്ങോട്ടേക്ക് ലെഫ്റ്റിലേക്ക് അടിക്കുമ്പോൾ റൈറ്റിലേക്ക് അടിക്കുമ്പോൾ കണ്ടില്ലേ, ഫുൾ സ്ക്രീനായി കാണും. പിന്നെ അതിന് ശേഷം നിങ്ങളൊന്നും കൂടി വലിച്ചാൽ നിങ്ങൾക്കവിടെ ആദ്യ സോങ്ങിൻ്റെ ലിസ്റ്റ് അവിടെ തന്നെ ചേഞ്ച് ചെയ്യാൻ നിങ്ങൾക്ക്. അതിനുശേഷം ഇത് കൂടുതൽ ഓപ്ഷന് വേണ്ടി ഞാൻ ആപ്പിലേക്ക് തന്നെ പോവുകയാണ്. ഓക്കെ, ഞാൻ ആപ്പ് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ആപ്പ് ഓപ്പൺ ചെയ്യാൻ പോകുന്നു. ഓക്കെ, ആപ്പ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഇവിടെ കാണുന്ന ഓക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇനി ഇതിൻ്റെ സെറ്റിങ്സിലേക്ക് നമുക്കിനി പോകാം. സെറ്റിങ്സിലേക്ക് പോവുകയാണ്. ഓക്കെ, അതിനുശേഷം അവിടെ കാണുന്ന 3 ഡോട്ട്സ് നമുക്കത് അടിയിലാക്കി വെക്കാം, മുകളിലായും വെക്കാം. ഏറ്റവും മുകളിലേക്ക് ആക്കി വെച്ചു. ഐക്കൺ സെറ്റിംഗ് കണ്ടില്ലേ, ഇപ്പോൾ അത് ഏറ്റവും അപ്പർ ലൈൻ നിൽക്കുന്നുണ്ട്. അതിനുശേഷം ആ ഡാർക്ക് ലൈറ്റ് നമുക്ക് ലൈറ്റാക്കി മാറ്റാൻ സാധിക്കും. ബാക്കോട്ട് പോവുക. അതിനുശേഷം ആപ്പ് ഓപ്പൺ ചെയ്യുക. കണ്ടില്ലേ, ഒന്ന് വെയിറ്റ് ചെയ്യാം. കണ്ടോ, ഇപ്പോൾ ഇതൊന്ന് ഡാർക്ക് ലൈറ്റായി മാറിയിരിക്കുകയാണ്. വീണ്ടും കുറേ സെറ്റിങ്സ് ഉണ്ട്. ഓക്കെ, ഇവിടെ റിംഗ് ടൂൺ കട്ടറുണ്ട്. എല്ലാം നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടും. പക്ഷേ തീം എടുക്കുകയാണ്. തീം എടുത്തിട്ട് ഞാൻ ഒരു നല്ലൊരു തീം കൊടുക്കുകയാണ്. അതിനുശേഷം ബാക്ക് ചെയ്യാം. റിട്ടേൺ ബാക്കിലേക്ക് പോകാം. ഒന്ന് വെയിറ്റ് ചെയ്യും. ആദ്യം ആപ്പ് ഓപ്പൺ ചെയ്യാം. കണ്ടില്ലേ, ഓക്കെ, തീം കളർ ചേഞ്ച് കണ്ടില്ലേ. അതിനുശേഷം ഞാൻ ആദ്യം പറഞ്ഞ ഇവിടെ ഈ ഓപ്ഷനിൽ പോയാൽ നിങ്ങൾക്ക് നിങ്ങളൊരു മ്യൂസിക് സെലക്ട് ചെയ്ത് കട്ട് ചെയ്യാൻ സാധിക്കും. അതുകൂടാതെ നിങ്ങളുടെ കയ്യിലുള്ള വീഡിയോ നിങ്ങൾക്ക് ഒരു നല്ലൊരു MP3 ആയി മാറ്റാൻ ഇവിടെ സാധിക്കുന്നു. ഈ ഓപ്ഷനിലൂടെ വീഡിയോ ടു ഓഡിയോ. അതിൻ്റെ അടിയിലുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ സോങ് നല്ല ബസ് ഒക്കെ കൂട്ടാൻ സാധിക്കും ഇതുപയോഗിച്ച്. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കും. താങ്ക് യു.